നൂറെ ഹബീബിന്റെ കൂടെ ഞങ്ങൾ പഠിക്കണേ ചങ്ങളും അൽഹംദുലില്ലാ പണ്ഡിതന്മാരാകും. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വലിയ ഉന്നതങ്ങളിൽ ജോലിന്റെ കാര്യത്തിലോ പഠിപ്പിന്റെ ഒന്നും നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ല. കാരണം അത്രയും ബന്ധങ്ങൾ അൽഹംദുലില്ലാ താൽപ്പാപ്പാക്കുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇതിന്റെ വിജയങ്ങൾ എപ്പോഴും മുത്തല്ലിമിയോട് പറയാണ്, നിങ്ങൾ എപ്പോഴും നൂറെ ഹബീബിന്റെ പേരിൽ നിങ്ങൾ ദ്വാരിക്കണം. തങ്ങൾ പാപ്പാക്കല്ല, എനിക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ദ്വാരിക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി. ഇപ്പതാ ഇന്ന് നേരം വിളിക്കുന്ന അരി ഇവിടെ ഈ ഗ്രൗണ്ടിൽ കൊടുന്ന് നിറച്ച തയ്യില്ല, അത്രയും അരിയാണ് ഇപ്പൊ എന്താണ് സ്പോൺസർ പാചകം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കവർ തന്നു, ഒരു കവർ. ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട, ദ്വാ കഴിഞ്ഞിട്ട് മതി. എന്ത് പരിപാടി അള്ളാഹു ഗൾഫിലൊക്കെ കടകളുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, ഒരു ഉറുപ്പ് ഇതുവരെ എന്തില്ല ഇവിടെ ചോദിച്ചിട്ടില്ല. എന്നാലും മക്കളെ കല്യാണം ഉണ്ടാകുമ്പോൾ വിളിക്കും, തങ്ങൾപ്പാ പെരുന്ന സ്വർണ്ണുണ്ട് ഒന്ന് വന്ന് ദ്വാര കൊണ്ടേക്കുന്നു. അവിടുത്തെ ഭാര്യയൊക്കെ മദ്രസ കാണുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഗൾഫൊക്കെ വിളിച്ച ഒരുപാട് ആളുകൾ. ഞങ്ങൾ ഗൾഫിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കട്ടെ, മാസം ഞങ്ങൾ ഒന്നും വേണ്ട, ഒന്നും എത്തിച്ചിട്ട് ഇപ്പം എന്തില്ല, പൈസക്ക് ബുദ്ധിമുട്ട് ഇന്ന് ഒന്നും എത്തിച്ചിട്ടൊന്നുമില്ല. പൈസക്ക് ഒരു ബുദ്ധിമുട്ട്. ഉസ്താദ്മാരുടെ ശമ്പളം, ഒരു വർഷത്തുള്ള ശമ്പളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വലിക്കുന്നത് നിങ്ങൾക്കൊരു വർഷത്തുള്ള ഭക്ഷണത്തിന്റെ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം തയ്യാറാക്കിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹം എന്താ അറിയോ, ഈ സ്ഥാപനം നമ്മളെ അവിടേക്ക് ആക്കണം. എവിടേക്ക് നമ്മളെ സലാത്ത് നടക്കണില്ലേ, അവിടേക്ക് എന്ത് ചെയ്യണം, ആക്കണം. ഒരുപക്ഷെ ഇൻഷാ അല്ലാഹ് വരുന്ന മാസം ചിലപ്പോൾ ഒരു കുറ്റിയടിക്കും. വരുന്ന മാസം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന് അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. ആഗ്രഹങ്ങൾ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദ്വാരിക്കാനും ഷഫീത്തങ്ങളാണ്. ഷഫീത്തങ്ങൾ വലിയ തിരക്കുള്ള ആളാണ്, വലിയ തിരക്ക്. നമ്മളെങ്ങനെ ഒരു കാര്യം പറയാൻ കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാർ. നമ്മള് വലിയ ആളുകളാകാൻ പാടില്ല. ഇന്ന പരിപാടിക്ക് ക്ഷണിച്ചാല് ഞാൻ നേരത്തെ പോയിരിക്കും, കമ്മിറ്റിക്കാരനെ എടുക്കാറ്. അങ്ങനെ വേണം വിനയം. അത് അള്ളാഹു നമുക്ക് തരും, അത് കുറ്റന്മാരല്ല. അപ്പൊ ഇൻഷാ ഷഫീത്തങ്ങള് ദുആ ചെയ്യും. അള്ളാഹു അവിടത്തേക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ മൂപ്പര് പിന്നെ എത്തിമക്കൾ, ചെറിയ പിഞ്ചു എത്തിമക്കളെ നോക്കണുണ്ട്. അതിന് പാണ്ടിക്കാടല്ലേ, അള്ളാഹു അവിടത്തേക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ചേച്ചിയില്ലേ, ഒരു ചേച്ചി എല്ലാ മാസം ആ എത്തിയ മക്കൾക്ക് 3000 രൂപ വെച്ച് തരും. ആലോചിച്ചോക്കാണി. അങ്ങനെ അത് എല്ലാ മാസവും തരും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് പിന്നെ അവിടെ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി വരും. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ചികിത്സക്ക് വന്ന ആൾക്കാട് പറഞ്ഞു, ആരെനിക്കൊരു ചാക്ക അരി തരും. ചേച്ചിയാണ് ആദ്യം കൈ പൊക്കിയത്. ഒരു ചാക്കരിയല്ലേ, എല്ലാ മാസം എന്താ ഒരു ചാക്കരി. ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു, പറ്റൂല. നമുക്കൊരാള് തരുന്നുണ്ട്, വിജയത്തോടെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അതില്ല. ഞാൻ സമ്മതിച്ചില്ല, ഇപ്പോഴും ഞാൻ സമ്മതിച്ചിട്ടില്ല. അവിടത്തേക്കുള്ള ഹിദായത്ത് കൊടുക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ പെണ്ണ് എന്നോട് പറയും, ആ മക്കൾ ഇന്ത്യ കുട്ടികളാണ്. ഇപ്പൊ പെണ്ണ് 100 ചില്ലാനെ പെണ്ണ് കൊടുക്കണം കുട്ടികൾക്ക് കൂടി. വേറെ ആൾക്കാർ കുറെ പെണ്ണ് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷഫീത്തങ്ങൾ ദുആ. ഞാനിപ്പോ നമ്മൾ തന്നെ അല്ലാതെ ഏറ്റെടുത്തിട്ട് കാര്യമല്ലോ. അതുകൊണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ രക്ഷിതാക്കളോട് പറയല്ലോ, എന്തായാലും 2 ആഴ്ച കൂടുമ്പല്ലേ അത് പുസ്തകങ്ങളോട് പറയും. പിന്നെ ഇവിടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരു വിഷമം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ വൃത്തിയാക്കാൻ ഇവിടെ ആൾക്കാർ കൂടുതലായിരിക്കും. ഇപ്പോഴും ഒരുപാട് ആളുകൾ ദർശനം ആദ്യം ഇങ്ങനെ തുടങ്ങിയ അല്ലേ ഉസ്താദേ, അത് എന്ത് നേരം വിളിക്കുമ്പോൾ വിളിച്ചു. എന്റെ കുട്ടിക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ദർശനം പഠിക്കാനാണ്. ഞാൻ ചോദിച്ചപ്പോ എന്താ പണി ചോദിച്ചപ്പോ കളിച്ചെടുക്കണം. ഇപ്പൊ തൽക്കാലം ഈ കൊല്ലം കളിച്ചോട്ടെ പറഞ്ഞു. അല്ല ഇപ്പൊ എന്താ ഞാൻ പറയാം, പോലെ കല്ലേ നമ്മള് കയ്യൂല. ഒരാളെടുക്കുമ്പോ എല്ലാവരും എന്റെ കൂടെ പറപ്പിങ്ങളെ അല്ലേ. അതുകൊണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. AC ഇൻഷാ അല്ലാഹ് കുറച്ച് നിയമത്തിന് ഇൻഷാ അല്ലാഹ്. പിന്നെ ആഴ്ചയിൽ ഒരു ക്ലാസ് ദിവസം എന്റെ കരാട്ട പഠിപ്പിക്കും. അതെനിക്കറിയില്ല. അപ്പൊ അതുപോലെ തന്നെ മക്കൾക്ക് പന്ത് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും, ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. മക്കൾക്ക് എന്താ വേണ്ടിച്ച അത് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും കേട്ടോ. അതുകൊണ്ട് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുണ്ടോ? ഉണ്ടോ?
ഇത് മനസ്സിലാകണ്ടാവും. അള്ളാഹു ഉസ്താദിന്റെ ഒരു 13 മക്കളുണ്ടല്ലേ അല്ലേ? ആ ഉസ്താദിന്റെ കൂടെ പഴയ പഠിച്ച കുറച്ച് മക്കളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ മക്കളെ തല്ലുകൂടുമ്പോ വേദനയ്ക്ക് തല്ലുകൂടരുത്. ഞാനും ദർശ പഠിച്ച കുട്ടിയാണ്. ഏറ്റവും കൂടുതൽ വിക്കൽ സാരത്ത് ഉണ്ടാക്കല് മക്കളൊക്കെ അള്ളാഹു. പക്ഷെ അവരൊക്കെ വലിയ ഉന്നതത്തിൽ അള്ളാഹു എത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മാതാപിതാക്കൾ രക്ഷിതാക്കളുടെ പറയാനുള്ള പേടി പഠിച്ചെന്നെ ഒരു കുറവും ഇൻഷാ അല്ലാഹ് ഒരു തെറ്റൂല. പിന്നെ മക്കളെ പഠിക്കുമ്പോ മീസാൻ ഒരു കിതാബുണ്ട്. മീസാൻ ഒരു കിതാബുണ്ട്. ഞാൻ ആദ്യം ഓതുമ്പോഴാണ് ദർസിന് പോയത്. കാരണം ആ കിതാബ് ഓതുമ്പോൾ ചൊറിയൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? മീസാൻ കിതാബിലല്ലേ ഉള്ളത്. അള്ളാഹുന്റെ കുതിർത്താലെ നീന്തിക്കറി. ഇപ്പൊ ഞങ്ങള് ഉസ്താദോട് പറയാം, ഞങ്ങള് ദർസ് പഠിക്കുമ്പോളേ പെരീക്ക് പോകേണ്ടി വരും. അള്ളാഹുവിന്റെ ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പിന്നെ വെള്ളാങ്ങാട് ഉമ്മറ പൈസയാണ്. അപ്പൊ ഈ ദർസ് പിന്നെ രക്ഷിതാക്കളോട് പറയാം, ഇത് പഠിച്ചോളി. ഉസ്താദിന്റെ റൂമിന്റെ മുന്നിൽ പോയിട്ട് നിങ്ങൾക്ക് പാടാം. വ്യാഴാഴ്ച ദിവസം ആകുമ്പോൾ ഉസ്താദ് റൂമിലുണ്ടാവും. അപ്പൊ റൂമിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. എന്നിട്ട് പറയും, അല്ലാഹു റബ്ബി നാളെ നാട്ടിക്ക് പോകണം, ശരിയും കഴിഞ്ഞ് ഞായറോടെ മടങ്ങണം. നിങ്ങൾ ഉസ്താദിന്റെ മുന്നിൽ പാടും. ഉസ്താദിനെ എപ്പോ പറഞ്ഞയച്ചാന്ന് പറയാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ മക്കൾ മുസ്ലിമോന് ഞാൻ എങ്ങനെ നോക്കുന്നുണ്ടോ, എന്റെ തോളിൽ കടന്ന് വളർന്ന കുട്ടിയ മുസ്ലിം. ഇൻഷാ അല്ലാഹ് ഞാൻ മൂപ്പരോട് പറഞ്ഞു, പാപ്പാന്റെ കുട്ടി പിന്നെ ഫാത്തിഹ ഓതും, ഇമാമ് നിൽക്കും നിസ്കരിക്കാനൊക്കെ. ഇമാമ് നിൽക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാം ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൂപ്പരോട് പറഞ്ഞെന്താ, നിങ്ങള് പിന്നെ ആ കുട്ടികളെ കൂടെ വൈകുന്നേരം പോകണം, കളിക്കണം, ഓരോ കൂടെ 8 മണി വരെ പഠിക്കണം എന്നൊക്കെ ഞാൻ മുസ്ലിമോനിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടത്തേക്കുള്ള ആഫിയത്ത് കൊടുത്തിട്ട്. പേടിയാണ് തങ്ങന്മാരായതുകൊണ്ട്, മനസ്സിലായില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ച് പായസം കുടിച്ചിട്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ സ്കൂളിന്റെ കാര്യമൊക്കെ പിന്നെ എനിക്ക് ഇതിലൊരു റോളും ഇല്ല. ഉസ്താദിനോട് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ഒരു റോളും എന്റെ റോൾ എന്താ, നിങ്ങൾക്ക് ഭക്ഷണത്തിലുള്ള പൈസ ഉണ്ടാക്കിച്ചില്ല. ഇൽമിന്റെ വിഷയത്തിൽ ഒരു ഇതും വിട്ടുവീഴ്ചയില്ല. അത് എന്തൊരു ഉസ്താദുമായിട്ടാണ് നിങ്ങൾ സമീപിക്കേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്.